അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേങ്ങരയിൽ നടന്ന ഒരു ആദർശ മുഖാമുഖ പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരു ക്ലിപ്പ് സോഷ്യൽ മീഡിയയിലൂടെ വല്ലാതെ പ്രചരിക്കുന്നുണ്ട്. പി.കെ.എം. സഖാഫി ഉസ്താദിന്റെ ഒരു ക്ലിപ്പ് കാണിച്ചുകൊണ്ടാണ് വലിയ തോതിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ആ മുഖാമുഖത്തിന്റെ അവസാന ഭാഗത്താണ്. അതിനു മുമ്പ് വളരെ കൃത്യമായ തെളിവുകൾ നിരത്തിക്കൊണ്ടുള്ള വിഷയാവതരണമൊക്കെ നടന്നതൊന്നും അവർ കാണിക്കുന്നില്ല, അവരത് ജനങ്ങളെ അറിയിക്കുന്നില്ല. അതിനെക്കുറിച്ചൊന്നും ഒരു അക്ഷരം അവർക്ക് മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് ആകെ പറയാനുള്ളത് ആ മുഖാമുഖത്തിന്റെ അവസാന സമയത്ത് നടന്ന പി.കെ.എം. സഖാഫിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് അവർക്ക് ആകെ പറയാനുള്ളത്. ആ മുഖാമുഖത്തിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് ഹുസൈൻ സലഫി വേങ്ങരയിൽ അതേ സ്ഥലത്ത് വെച്ച് നടന്ന ആദർശ പ്രഭാഷണത്തിൽ ഉടനീളം നടത്തിയ പച്ചക്കളവുകൾ അത് തുറന്നു കാണിക്കുകയും അത് പൊളിച്ചെടുക്കുകയും ചെയ്ത കാര്യങ്ങളൊന്നും അവർ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അതിനെക്കുറിച്ചൊന്നും അവർക്കൊരു അക്ഷരം പറയാനില്ല. ആ ലൈവ് മുഴുവൻ പരതി നോക്കിയിട്ടും ആകെ കിട്ടിയത് ഈ പി.കെ.എം. സഖാഫിയുടെ ക്ലിപ്പ് മാത്രമാണ്. അപ്പോൾ ആ പി.കെ.എം. സഖാഫിയുടെ ക്ലിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വേങ്ങരയിൽ നടന്ന സുന്നികളുടെ ആദർശ മുഖാമുഖത്തിൽ നടന്ന ചില കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് പി.കെ.എം. സഖാഫി അത്തരത്തിൽ നിന്ന് ഇടപെടാൻ കാരണമെന്നൊക്കെ വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ കുറച്ച് നീണ്ടുപോയാലും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണമെന്ന് അറിയിക്കുകയാണ്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെടും എന്താണ് അവിടെ സംഭവിച്ചത്. പി.കെ.എം. സഖാഫി ഉസ്താദ് അങ്ങനെ പറയാനുള്ള ആ രീതിയിൽ സംസാരിക്കാനുണ്ടായ കാരണം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണം. എന്തുകൊണ്ടാണ് ചോദ്യകർത്താവിനോട് പി.കെ.എം. സഖാഫി ഉസ്താദ് ആ ഒരു ശൈലിയിൽ ഇടപെട്ടതെന്ന് അറിയണമെങ്കിൽ ആ മുഖാമുഖത്തിന്റെ ആദ്യ ഭാഗങ്ങൾ കൂടെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ആ ചോദ്യകർത്താവിന്റെ ഓരോ രീതികളും ചോദ്യങ്ങളും ഒക്കെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. എന്നാലേ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് പി.കെ.എം. സഖാഫി ഉസ്താദ് ആ ഒരു ശൈലിയിൽ ഇടപെട്ടതെന്ന്. തുടക്കം മുതലേ ആ ചോദ്യകർത്താവിന്റെ ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതി എന്ന് പറയുന്നത് മനുഷ്യന്റെ ക്ഷമ നശിപ്പിക്കുന്ന രീതിയിൽ, പ്രഷർ കൂട്ടുന്ന രീതിയിലുള്ള, ആരെയും പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു അദ്ദേഹം ചോദിച്ചത്. വെറുതെ സമയം കളയാം. ഹുസൈൻ സലഫിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാനുള്ള സമയം അനാവശ്യമായിട്ട് വെറുതെ കളഞ്ഞു കുളിക്കുക, എന്നിട്ട് പെർമിഷൻ കിട്ടിയ ആ സമയം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്ന തരത്തിലുള്ള ചില ഇടപെടലായിരുന്നു ചോദ്യകർത്താവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ ക്ഷമ നശിച്ച് അതിനോട് ഒരു വൈകാരികമായിട്ടൊക്കെ പലരും പ്രതികരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത്. അയാൾ ഒരു ചോദ്യം ചോദിക്കും. ബഹുമാനപ്പെട്ട അലവി സഖാഫി അതിന് വളരെ വിശദമായിട്ട് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിനെ വിശദീകരിച്ചുകൊണ്ട് മറുപടി പറയും. ആ മറുപടിക്ക് ശേഷം അയാൾ വീണ്ടും എണീറ്റ് വന്നിട്ട് പറയും, ഞാൻ അതല്ല ചോദിച്ചത്, ഞാൻ ഇന്ന വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഷയത്തിലേക്ക് ചാടിക്കയറും. അങ്ങനെ ഓക്കെ, ഇനി അയാളേക്ക് എന്തെങ്കിലും പാകപ്പിഴവ് വന്നതായിരിക്കും എന്ന് കരുതി അയാൾ രണ്ടാമത് ചോദിച്ച വേറെ വിഷയത്തിനും വിശദമായിട്ട് മറുപടി പറയും. അപ്പൊ വീണ്ടും അയാൾ എണീറ്റ് വന്നിട്ട് പറയാണ്, ഞാൻ അതല്ല ചോദിച്ചത്, ഞാൻ മറ്റൊന്നാണ്. അങ്ങനെ ഇങ്ങനെ ചാടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ഇതൊരു തീരുമാനത്തിലെത്തൂലല്ലോ. അപ്പൊ അയാൾ ചോദിച്ച ചോദ്യം എന്താണെന്ന് പോലും ഒരു കൃത്യമായ ധാരണയില്ലാതെ ഇങ്ങനെ ചാടി പോകുന്ന ഒരു അവസ്ഥ വന്നു. അവിടെ ഇരിക്കുന്ന സദസ്സിലും സ്റ്റേജിലും ഇരിക്കുന്ന ആളുകളെ മുഴുവൻ വിഡ്ഢികളാക്കുന്ന തരത്തിലുള്ള രീതിയിലായിരുന്നു അദ്ദേഹം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരെയും അത് പ്രകോപിതമാക്കിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ഈ മുഖാമുഖത്തിന്റെ സമയം കളയാനാണ് അയാൾ ശ്രമിക്കുന്നതെന്ന് തോന്നിയപ്പോൾ പലരും പ്രകോപിതമായി വൈകാരികമായിട്ട് എഴുന്നേറ്റ് വന്ന് അയാളോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് വെറുതെ സമയം കളയുന്നത് എന്ന രീതിയിൽ അയാളോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവരെയൊക്കെയും സംഘാടകർ നിയന്ത്രിച്ചുകൊണ്ട് മാറ്റി നിർത്തിയപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ വീണ്ടും മുഖാമുഖം മുന്നോട്ട് പോയിട്ടുണ്ട്. അല്ലാതെ ഇവര് പ്രചരിപ്പിക്കുന്ന പോലെയുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ആ മുഖാമുഖത്തിൽ സംഭവിച്ചിട്ടില്ല. അതൊക്കെ ഈ മുഖാമുഖത്തിൽ പങ്കെടുത്തത് പതിനായിരങ്ങളാണ്. ആരോട് ചോദിച്ചാലും അതിന് ദൃക്സാക്ഷികളാണ്, അവരത് പറയും. അപ്പൊ അത്തരത്തില് സ്റ്റേജിലെയും ഈ സദസ്സിലെയും ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന തരത്തില്, അവരെ കളിയാക്കുന്ന തരത്തിലുള്ള, വെറുതെ സമയം കളയുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു അദ്ദേഹം ഈ മുഖാമുഖത്തിലുടനീളം ചോദിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും അദ്ദേഹം ആദ്യം എന്താണെന്ന് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇവിടെ ഒരു കളവ് വിഷയാവതരണത്തിൽ പറഞ്ഞു, ബിലാൽ ബിൻ ആരിസിൽ മുസിനി എന്ന സ്വഹാബി റസൂലുള്ളാഹിന്റെ ഖബറിൽ ചെന്ന് സഹായം തേടി എന്ന്. എൻ്റെ ചെറിയ പഠനത്തിൽ സ്വഹാബിയാണ് ആ ഖബറിൽ ചെന്ന് സഹായം തേടിയത് എന്ന് എനിക്കൊരു കിതാബിലും കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പൊ അയാള് ആദ്യം തന്നെ എന്താ ചെയ്യുന്നത്? വിഷയാവതരണത്തിൽ ഇവിടെ ഒരു കളവ് പറയുകയുണ്ടായി എന്നാണ് അയാൾ പറയുന്നത്. വിഷയാവതാരകൻ പറഞ്ഞത് കളവാണ് എന്ന് ഇയാൾ പറയാൻ കാരണം എന്താണ്? ഇയാള് ചെറിയ തോതിൽ പഠനം നടത്തിയിട്ട് ഒരു കിതാബിലും വിഷയാവതാരകൻ പറഞ്ഞത് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് കളവാണ് എന്ന് പറയുന്നതിന് പിന്നിൽ ഇയാൾ പറയുന്ന കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. ഇയാൾ കാണാത്തത് കൊണ്ട് അത് കളവാണെന്ന്.
എത്ര വിഡ്ഢിത്തരമായിട്ടുള്ള കാര്യമാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടും അയാളുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്നുള്ളത്. അയാളുടെ ചെറിയ പഠനത്തിൽ അയാൾക്ക് ഒരു കിതാബിലും ഇത് കാണാൻ കഴിഞ്ഞില്ല. എന്ത്? വിശ്വാവതാരകൻ പറഞ്ഞ ഒരു കാര്യം കാണാൻ കഴിഞ്ഞില്ല എന്ന്. അതുകൊണ്ട് കളവാണെന്ന്. അയാള് മറ്റൊന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പരിഗണിക്കാമായിരുന്നു. ഞാൻ ഈ വിഷയത്തിലുള്ള സകല കിതാബുകളും പഠിച്ചു, ആ കിതാബുകളിലൊന്നും നിങ്ങൾ ഈ പറഞ്ഞ കാര്യം കാണാൻ കഴിയുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് കള്ളമാണെന്നുള്ളത് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചെങ്കിലും നമുക്കൊന്ന് അംഗീകരിച്ചു കൊടുക്കാമായിരുന്നു. ഇതങ്ങനല്ല. എൻ്റെ ചെറിയ പഠനത്തിൽ ഞാൻ ഒരു കിതാബിലും കണ്ടില്ല എന്ന് പറയാണ്. അപ്പൊ അതിനപ്പുറത്തേക്കുള്ള കിതാബുകൾ പരിശോധിക്കാതെ ഇതെങ്ങനെ കള്ളം എന്ന് പറയാൻ പറ്റുക? ഇത് സംഭവം എന്താണ്? അയാൾ ചെറിയ പഠനം നടത്തിയിട്ടുള്ളൂ. അയാൾ പഠിച്ചതിനേക്കാൾ കൂടുതൽ ഇനി പഠിക്കാൻ ബാക്കിയാണ്. അപ്പൊ പഠിക്കാൻ ബാക്കിയുള്ള കിതാബുകളിലൊക്കെ ഈ വിഷയാവതാരകൻ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടോ എന്നൊന്നും അയാൾ ചിന്തിക്കണില്ല. അയാൾ വേണ്ട പറയണം അത് കളവാണെന്നുള്ളത്. അപ്പോൾ ഈ വിഷയത്തിലുള്ള മുഴുവൻ കിതാബുകളും പരിശോധിച്ചതിന് ശേഷമല്ലേ അത് കളവാണ് അല്ലേ എന്ന് പറയാൻ പറ്റുക? അല്ലെങ്കിൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ പോരെ, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പോരെ, കളവാണെന്ന് എന്തിനു പറയണം? അപ്പൊ അത്തരത്തിൽ അയാളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടും അയാൾക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളത്. നിങ്ങൾ നോക്കൂ, ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ LLBക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, അയാൾ മുഴുവൻ പഠിച്ചിട്ടില്ല, ഇന്ത്യൻ പീനൽ കോഡിന്റെ പകുതി മാത്രമേ പഠിച്ചിട്ടുള്ളൂ. എന്നിട്ട് അയാൾ കോടതിയിൽ പോകുന്ന ഒരു കേസിന്റെ വിസ്താരം കേൾക്കുകയാണ്. ആ കേസിനിടയിൽ ഇന്ത്യൻ പീനൽ കോഡ് മുഴുവൻ പഠിച്ച എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു വക്കീല് അതിന്റെ പോയിന്റുകളൊക്കെ പറഞ്ഞ് IPC സെഷനുകളൊക്കെ IPC ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വാദിക്കുന്നതിനിടയിൽ ഈ മുഴുവൻ പഠിക്കാത്ത ഇയാൾ പറയാണ്, ഞാൻ പഠിച്ച ആ ഭാഗങ്ങളിലൊന്നും ഇയാൾ പറഞ്ഞ നിയമം കാണുന്നില്ല, അതുകൊണ്ട് ഈ നിയമം തെറ്റാണ്, അയാൾ പറഞ്ഞത് കളവാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആ ഒരു അവസ്ഥയിൽ എവിടെ സംഭവിച്ചിട്ടുള്ളത്? അങ്ങനെ പറഞ്ഞ ഒരാളെ പിന്നെ നമ്മൾ എവിടെ കൊണ്ട് ചേർക്കുക? ഞാൻ പറയുന്നില്ല അത്. ഇനി മറ്റൊന്ന്, വിഷയാവതരണത്തില് ആ പുരുഷൻ എന്നുള്ളത് സഹാബി എന്നതാണ് കളവാണ് എന്ന് ഇയാൾ പറയുന്നത്. അപ്പോൾ എന്താണ് സഹാബി എന്നത് കളവാണ് ഇയാൾ പറയാൻ കാരണം എന്താണ്? ആ ഇബാറത്തില് റജുല് എന്ന് മാത്രമാണ്, അതായത് പുരുഷൻ എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അത് സഹാബി എന്ന് നിങ്ങൾ കളവ് പറയുകയാണെന്നാണ് ഇയാൾ പറയുന്നത്. അത് എല്ലാ മൗലവിമാരും പറയുന്ന കാര്യമാണ്. തവസ്സുൽ അംഗീകരിക്കാൻ പറ്റാത്ത എല്ലാ മൗലവിമാരും ആ റജുല് എന്നുള്ളത് സഹാബി അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണത്. സത്യത്തില് അത് സ്വഹാബിയാണെന്ന് പല മഹാന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും ഇവർ കാണൂല. ആ ഇബാറത്തിൽ സഹാബി എന്നില്ലല്ലോ എന്നാണ്. അത് സഹാബി എന്ന് പറഞ്ഞത് വളരെ കളവായി പോയി എന്നാണ് ഇയാളും പറയുന്നത്. കാരണം നമ്മുടെ പണ്ഡിതന്മാർ പലപ്പോഴും ഈ ഒരു സംഭവം ബിലാൽ ഇബ്നുൽ മുസ്നി റളിയല്ലാഹു അൻഹു ആ സഹാബിയുമായി ബന്ധപ്പെട്ട ഈ ഒരു സംഭവം തവസ്സുലിന്റെ തെളിവായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു ചരിത്രം ഇവർ അംഗീകരിക്കേണ്ടതാണ്. അപ്പൊ പിന്നെ ജനങ്ങളെ പിന്നെ എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കും? അതിലുള്ളത് റജുലു എന്നാണല്ലോ, അതിൽ പിടിച്ചിട്ട് അത് സഹാബി അല്ല എന്ന് സമർത്ഥിച്ചാൽ ആ ഇസ്തിഹാസ ശിർക്കാക്കി മാറ്റാം. അതാണ് മുജാഹിദിന്റെ പണ്ഡിതന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാളും അത് തന്നെയാണ് ശ്രമിക്കുന്നത്. എന്നാൽ മറ്റൊരു കിതാബിൽ ഈ ചരിത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് അത് സഹാബിയാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതൊന്നും മുജാഹിദ് പണ്ഡിതന്മാർ കാണൂല. അത് കണ്ടാൽ പിന്നെ അത് സഹാബിയാണെന്ന് സമ്മതിക്കേണ്ടി വരും. ഇതുവരെ സഹാബി അല്ല എന്ന് പറഞ്ഞത് പിൻവലിക്കേണ്ടി വരും. അതൊന്നും ഇവർ കാണൂല, നോക്കൂല. അപ്പൊ തവസ്സുൽ ശിർക്കാണെന്ന് പറയാൻ ആകെയുള്ള മാർഗം എന്താണ്? ഈ റജുലി എന്ന പുരുഷൻ സഹാബി അല്ല എന്ന് സമർത്ഥിക്കണം. അതേ ഉള്ളു മാർഗം. അതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇവർ ഒരു കാര്യം ചിന്തിക്കുന്നില്ല? ഇത് ഇവരുടെ വാദപ്രകാരം സഹാബി അല്ല എന്ന് തന്നെ വെച്ചാലും ഈ മഹാനായ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? പിറ്റേ ദിവസം നേരെ പോകുന്നത് ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്കാണ്. ഉമർ റളിയല്ലാഹുവിനോട് നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോ അത് ശിർക്കോ അതല്ലെങ്കിൽ ബിദ്അത്തോ ഹറാമോ പോലെ ആണെങ്കിലും ഉമർ റളിയല്ലാഹു എന്ത് ചെയ്യാ? ഇതിനെ എതിർക്കുകയല്ലേ ചെയ്യാ? ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം അറിയുന്ന ഏതൊരാൾക്കും മനസ്സിലാവും അതിനെ ഉമർ റളിയല്ലാഹു ശക്തമായിട്ട് എതിർക്കുമെന്ന്. കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെ കർശനമായി വിരോധിച്ച ആളാണ് ബഹുമാനപ്പെട്ട രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു. അപ്പൊ ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ അത് വന്ന് ഖലീഫയോട് പറയുമ്പോൾ രണ്ടാം ഖലീഫ തീർച്ചയായിട്ടും അതിനെ എതിർക്കേണ്ടതാണ്, അത് വിരോധിക്കേണ്ടതാണ്. എന്നിട്ട് ഇവിടെ എന്താ സംഭവിച്ചത്? അതിനെ എതിർത്തിട്ട് പോലില്ല. അതൊരു നല്ല കാര്യമല്ല എന്ന് പോലും ഉമർ റളിയല്ലാഹു പറഞ്ഞിട്ടില്ല. അപ്പൊ അതെന്താ ഇവർ ചിന്തിക്കാത്തത്? സഹാബി അല്ല എന്ന് പറഞ്ഞ് തള്ളിപ്പോയാൽ മാത്രം പോരല്ലോ. ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞ ഈ സംഭവം ഉമർ റളിയല്ലാഹു എന്തുകൊണ്ട് എതിർത്തില്ല എന്നുകൂടി ജനങ്ങളോട് പറയേണ്ട ഒരു ബാധ്യത ഇവർക്കില്ലേ? അനിസ്ലാമികമായ ഒരു കാര്യമാണെങ്കിൽ ഉമർ റളിയല്ലാഹു അതിനെ എതിർക്കുമെന്നുള്ളത് ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. എന്തുകൊണ്ട് ഉമർ റളിയല്ലാഹു അതിനെ എതിർത്തില്ല എന്നുകൂടെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ഇവർക്കുണ്ട്. അയാൾ സഹാബി അല്ല എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഇതുകൂടെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇനി മറ്റൊരു സംശയം, റജുല് എന്ന് പറയുമ്പോഴേക്കും അത് സഹാബി അല്ല എന്ന് എങ്ങനെയാണ് അതിൽ നിന്ന് കിട്ടുക? ആ ഇബാറത്തിൽ റജുൽ എന്ന് കാണിക്കുന്നു. ആ റജുൽ എന്ന് കാണുമ്പോൾ അത് സഹാബിയെ കുറിച്ചല്ല എന്ന് എന്തടിസ്ഥാനത്തിലാണ് ഇവർ പറയുന്നത്? ആരെങ്കിലും അത് സഹാബിയാണെന്ന് പറഞ്ഞാൽ അത് പച്ച കള്ളമാണെന്ന് പറയുന്നതിന് എന്ത് തെളിവാണ് ഇവരടുത്തുള്ളത്? ആ റജുൽ എന്തുകൊണ്ട് സഹാബി ആയിക്കൂടാ? സഹാബി ആവാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം പറയണ്ടേ? അതെന്താണെന്ന് കൂടി ഇവിടെ പറയട്ടെ.
ആ റജുൽ സഹാബി അല്ല എന്ന് പറയാൻ ഒരു കാരണം ഇവർക്കുണ്ടല്ലോ. ആ കാരണമെങ്കിൽ ഇവർ പറയട്ടെ. ഏതെങ്കിലും കിതാബിൽ ആരെങ്കിലും ഒരു പണ്ഡിതന്മാർ ഇമാമിങ്ങൾ പറയുന്നുണ്ടോ ആ റജുൽ സഹാബി അല്ല എന്നുള്ളത് ആരെങ്കിലും പറയുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ ഇവര് സഹാബി അല്ല എന്ന് പറയാൻ കാരണം? ഉണ്ടെങ്കിൽ ആ കിതാബ് ഒന്ന് പറയണം, ആ മഹാനെ കുറിച്ചൊന്ന് പറയണം. ആ റജുല് സഹാബിയാണെന്ന് ഈ മുഖാമുഖത്തിൽ വെച്ച് തന്നെ വ്യക്തമായിട്ട് കിതാബ് മുമ്പിൽ വെച്ച് തെളിയിക്കുന്നുണ്ട് നമ്മുടെ ഉസ്താദുമാര്. അതായത് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്കലാനി റളിയല്ലാഹുവിന്റെ ഫതുഹുൽ ബാരി വെച്ചുകൊണ്ടും ഇമാം സർക്കാനിയുടെ ഗ്രന്ഥങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടും അത് വായിച്ചുകൊണ്ട് ആ നേരത്തെ പറഞ്ഞ ഇബാറത്തിലുള്ള റജുല് സഹാബിയാണെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അയാൾക്കത് വിശ്വാസമില്ല. ആ ഉസ്താദുമാര് ബോധ്യപ്പെടുത്തുന്ന വീഡിയോ കൂടെ നിങ്ങളൊന്ന് കാണേണ്ടതാണ്. അതാദ്യം കണ്ടിട്ട് ബാക്കി പറയാം. ഒരു പുരുഷൻ നബിയുടെ ഖബറിന്റെ അടുത്ത് വന്നുകൊണ്ട് അവിടെ തവസ്സുൽ ചെയ്തു എന്നാണ് കിതാബിലുള്ളത്. ബിലാൽ ബിൻ ഹാരിസിൽ മുസ്നി അവിടെ ജാ റജുലുൻ ഇലാ ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു. ഇനി അൽവി സഖാഫി ആ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി നൽകിയിട്ടുള്ള കിതാബ് ആ ഇബാറത്ത് ഈ സ്ക്രീനിൽ നൽകിയിട്ട് ഒന്ന് ലഫ്ദം ബി ലഫ്ദം മാന പറയാം. അയാൾ പറഞ്ഞിട്ടാണ് ആ ഇബാറത്തും കിതാബ് അടക്കം വായിച്ചിട്ടുള്ളത്. അപ്പൊ അയാൾക്കത് ശരിക്കും കേട്ടാൽ ബോധ്യപ്പെടും. അത്യാവശ്യം വിവരമുള്ള ആളെന്നുണ്ടെങ്കിൽ ശരിക്കും കേട്ടാൽ ബോധ്യപ്പെടും. പക്ഷെ ഇയാൾ എന്ത് ചെയ്യുക, അത് ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. നിങ്ങൾ കേട്ടോ. ഇവിടെ ഒരു റജുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബർ ഷരീഫിൽ പോയി എന്നാണ്. ആ റജുൽ ആരാണ് എന്നാണ് സംശയം. അതിന് ഉസ്താദ് മറുപടി പറഞ്ഞു. ഹാഫിദ് ഇബ്നു ഹജറിനിൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ഫതുഹുൽ ബാരിയിൽ പറഞ്ഞു, വഖദ് റവാ സൈഫുൻ ഫിൽ ഫുതൂഹി അന്നല്ലദി റഅൽ മനാമ ഹുവ ബിലാൽ ഇബ്നുൽ ഹാരിസ് അൽ മുസനി അഹദു സ്വഹാബ. ഈ സ്വപ്നം കണ്ടത് ബിലാൽ ഇബ്നുൽ ഹാരിസ് അൽ മുസനി റളിയല്ലാഹു അൻഹു ആണ്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സംശയം, സ്വപ്നം കണ്ടത് ബിലാൽ ഇബ്നുൽ ഹാരിസ് അൽ മുസനി, പോയതോ എന്ന്. ഇമ്മത്ത് പറയുന്നത് രണ്ടും ഒരാളാണ്. സ്വപ്നം കണ്ടതും സ്വഹാബിയാണ്. ഇത് കേവലം മുജാഹിദ് മൗലവിമാർ പോരെ തൊള്ളപടായല്ല, നാവിട്ടലക്കല്ല, കൃത്യമായ കിതാബിലുള്ള കാര്യമാണ് പറയുന്നത്. ആ കിതാബിലെ ഇബാറത്ത് അടക്കം വായിക്കുന്നുണ്ട്. ആ പോയതും സ്വഹാബിയാണ്. നഹ്വിൻ്റെ നിയമം അനുസരിച്ച് നമുക്കറിയാം, അസാബന്നാസ ഖഹ്തുൻ ഫി സമനി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫജാഅ റജുലുൻ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ആ റജുലിനെ കുറിച്ചാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് അവിടത്തേക്ക് സ്വപ്നത്തിൽ വന്നുകൊണ്ട് നിർദ്ദേശം കൊടുത്തു എന്ന്. എന്നാലും ചോദ്യം, അങ്ങനെ ഏതെങ്കിലും കിതാബിൽ ഈ പോയതും സ്വഹാബിയാണ് സ്വപ്നം കണ്ടതും സ്വഹാബിയാണ് രണ്ടും ഒരാളാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടോ എന്ന്? അതിനുള്ള മറുപടിയാണ് പറയുന്നത് ബഹുമാനപ്പെട്ട ഇമാം ഖസ്തല്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം ഇർഷാദു സാരി എന്ന പേരിൽ എഴുതിയ മഹാനാണ്. മഹാനവറുകളുടെ അൽ മവാഹിബുൽ ലദുന്നിയ എന്ന ഗ്രന്ഥത്തിന് വ്യാഖ്യാനം എഴുതിയപ്പോൾ മാലിക്കി മദ്ഹബിലെ പ്രമുഖ മുഹദ്ദിസായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മുവത്തക്ക് 4 വാള്യങ്ങളുള്ള വിശദീകരണം എഴുതിയ ബഹുമാനപ്പെട്ട അസ്സർഖാനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ മവാഹിബുൽ ലദുന്നിയയുടെ ശറഹിൽ പറയുന്നൊരു ഭാഗം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. കണ്ടോ, സഹാബിയാണെന്ന് ഇമാമിക്ക് കൃത്യമായി രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സുന്നി പണ്ഡിതന്മാർ അത് സഹാബിയാണെന്ന് പറയുന്നത്. വെറുതെ മുജാഹിദ് മൗലവിമാർ പോലെ എന്തെങ്കിലും നാവിട്ടരക്കല്ല, ദുർവ്യാഖ്യാനം ചെയ്യല്ല ചെയ്യുന്നത്. ശരിക്കും പഠിക്കണം മുജാഹിദ് മൗലവിമാർ ഈ ഗ്രന്ഥങ്ങൾ. ഇതുവരെ അവർ പറഞ്ഞ പച്ചക്കള്ളം അത് ജനങ്ങൾക്ക് തിരുത്തി കൊടുക്കണം. മഹാനവറുകൾ പറയുകയാണ്, ഇമാം സർഖാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഈ സ്വപ്നം കണ്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബർ ഷരീഫിൽ പോയതും രണ്ട് റജുലും ഒന്നാണ്. രണ്ടും ബിലാൽ ഇബ്നുൽ ഹാരിസ് അൽ മുസനി എന്ന സ്വഹാബിയാണ്. ഇബാറത്ത് ഇങ്ങനെ തന്നെ വായിക്കാം. മഹാനവറുകൾ പറയുന്നു, അസാബന്നാസ ഖഹ്തുൻ ഫി സമനി ഉമറ ഫജാഅ റജുലുൻ, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിൽ വന്നു. ആരാണത്? ബഹുമാനപ്പെട്ട ഇമാം സർഖാനി വിശദീകരിക്കുന്നു, ഹുവ ബിലാൽ ഇബ്നുൽ ഹാരിസ് അൽ മുസനി അസ്വഹാബി. സ്വഹാബിയായ ബിലാൽ ഇബ്നുൽ ഹാരിസ് അൽ മുസനി തങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബർ ഷരീഫിൽ പോയത്. എന്താണ് തെളിവ്? ബഹുമാനപ്പെട്ട അല്ലാമ സർഖാനി അവിടെ വിശദീകരിക്കുന്നു, കമാ ഇൻദ സൈഫിൻ ഫി കിതാബിൽ ഫുതൂഹ് എന്ന ഗ്രന്ഥത്തിൽ സൈഫ് എന്നവർ പറഞ്ഞതുപോലെ അതേ ഗ്രന്ഥം വെച്ചിട്ടാണ് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫതുഹുൽ ബാരിയുടെ 3-ാം വാള്യം 582-ാമത്തെ പേജിൽ പറയുന്നത്, വഖദ് റവാ സൈഫുൻ ഫിൽ ഫുതൂഹ്. വളരെ കറക്റ്റാണ് ഇബാറത്ത്, ഒരു അവ്യക്തതയുമില്ല. ഇനി ആ സ്വപ്നം കണ്ടത് അയാൾ സ്ക്രീനിൽ കാണിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഫോട്ടോ എടുത്തിട്ട് സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും ഒരു തട്ടിപ്പ് നടക്കുന്നില്ല. എല്ലാം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സത്യസന്ധമാണ് സുന്നികളുടെ പക്ഷം എന്ന് പറയുന്നത്. അല്ലാമ സർഖാനി മവാഹിബുൽ ലദുന്നിയയുടെ ശറഹ് 11-ാം വാള്യം 151-ാമത്തെ പേജ്. ഇബാറത്ത് ഫജാഅ റജുലുൻ ഹുവ ബിലാൽ ഇബ്നുൽ ഹാരിസ് അൽ മുസനി അസ്സഹാബി കമാ ഇൻദ സൈഫിൻ ഫി കിതാബിൽ ഫുതൂഹ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്നു. ഇതൊന്ന് ഫോട്ടോ എടുത്തോളി. ഫതുഹുൽ ബാരിയാണ് അങ്ങനെ തരാം. എന്നിട്ട് സൈഫ് അയാൾക്ക് പിന്നെ കിതാബ് വായിക്കാൻ വേണ്ടിയിട്ട് കിതാബ് കൊണ്ടുപോയി കൊടുക്കണം. കിതാബ് വായിച്ചു.
ഇതാ വായിക്കട്ടെ. അവിടെയും പറയുന്നു അല്ലാമ സർക്കാനി, അതെ ഈ സഹാബി തന്നെയാണ്, ഇത്ര വ്യക്തമായിട്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഹിസ്നി റഹ്മത്തുള്ളാഹി അലൈഹി ദഫ്ഉ ശുബഹി മൻ ശബ്ബഹ വ തമറദ്. കണ്ടോ, അയാൾക്ക് കിതാബ് കൊണ്ടുപോയി കൊടുക്കുകയാണ്. നിങ്ങൾ വായിച്ചിട്ട് ബോധ്യപ്പെട്ടാൽ മതി, ഞങ്ങൾ പറഞ്ഞത് വിശ്വസിക്കണ്ട, നിങ്ങൾ വായിച്ച് ബോധ്യപ്പെട്ടോളൂ. ഫത്ഹുൽ ബാരി കൊണ്ടുപോയി കൊടുക്കണം. പക്ഷെ അയാൾ വായിക്കാൻ തയ്യാറാവുന്നില്ല. സത്യം അറിയാൻ താല്പര്യപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് വായിച്ച് ബോധ്യപ്പെട്ടാൽ പോരെ, എന്തിനായി മർക്കട മുഷ്ടി? അപ്പൊ ഈ രീതിയിൽ അയാൾ പെരുമാറിയപ്പോൾ സദസ്സിൽ നിന്ന് പല ആളുകൾക്കും പ്രഷർ കയറി. അയാൾ സദസ്സിൽ നിന്ന് ചില ആളുകൾ വന്നിട്ട് ഇയാളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് വെറുതെ സമയം കളിയാണോ, ഞങ്ങൾ സമയം കളിയാണോ ചോദിക്കണേ. അപ്പോൾ ഒരു അനിഷ്ട സംഭവം വേണ്ടാന്ന് കരുതിയിട്ട് സംഘാടകർ വരെ തള്ളി മാറ്റുന്നുണ്ട്, നിയന്ത്രിക്കുന്നുണ്ട് അവരെ. അല്ലാതെ അവിടെ ഇവർ പ്രചരിപ്പിക്കുന്നത് പോലുള്ള ഒരു ഗുണ്ടകളുടെ വിളയാട്ടോ, അയാളെ കയ്യേറ്റം ചെയ്യുക, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു പച്ച കള്ളം പറയാണ്. ദജ്ജാലുവിനെ കദാബൂന എന്ന് വെറുതെ പറയല്ലേ അവരെ കുറിച്ച്. അപ്പൊ അയാൾക്ക് കിതാബ് കൊണ്ടുപോയി കൊടുത്തിട്ട് അയാൾ എന്താ പറയുന്നത് അറിയാം, നിങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നു, സ്ക്രീനിലും കാണിച്ചു കൊടുത്തു, എന്നിട്ടും അയാൾ അത് അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇത്തരത്തിൽ ജനങ്ങളെ പ്രഷർ കയറ്റുന്ന പരിപാടിയാണ് ഈ മുഖാമുഖത്തിലുടനീളം ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇവിടെ എന്തെങ്കിലും ദുർവ്യാഖ്യാനമോ എന്തെങ്കിലും തട്ടിപ്പോ ഇവിടെ നടന്നിട്ടുണ്ടോ? ആർക്കും ഇത് ശരിക്കും ബോധ്യപ്പെടുന്ന കാര്യമല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് ആദ്യം ഇത് കളവാണെന്ന് ഇയാൾ പറഞ്ഞത്? ഇയാൾ ഈ കിതാബ് കണ്ടിട്ടില്ല, ഫത്ഹുൽ ബാരി കണ്ടിട്ടില്ല. മൗലവിമാരെല്ലാം അങ്ങനെ തന്നെയാണ്. ഈ കിതാബൊന്നും അവർ കാണാതെ, കിതാബുകളൊന്നും പഠിക്കാതെ, ഇൽമൊന്നും കാര്യമായിട്ട് പഠിക്കാതെ അവർ ചില ഊഹാപോഹങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തൊക്കെയോ ആണ് കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞത്. പിന്നീട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുമ്പോൾ, കിതാബ് പഠിക്കുമ്പോൾ അറിവുകൾ കിട്ടുമ്പോൾ എന്ത് ചെയ്യും, അതൊക്കെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. മുമ്പ് ഷിർക്കാക്കിയ പലതും ഇപ്പൊ ഷിർക്കല്ലാതാവുന്നത് എന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ച് കൂടുതൽ അറിവ് കിട്ടുമ്പോൾ അതിനെ മാറ്റുകയാണ്. എന്തിനാണ് ആദ്യം തന്നെ ഇവർക്ക് അറിയാത്ത കാര്യത്തെക്കുറിച്ച് പറയാൻ പോകുന്നത്, ജനങ്ങൾ വെറുതെ മുശ്രിക്കാക്കുന്നത്? മുമ്പ് ഷിർക്കായ പല കാര്യങ്ങളും ഇന്ന് ഷിർക്കല്ലാതായി മാറിയിട്ടുണ്ടല്ലോ. പക്ഷെ അന്നത്തെ കാലത്ത് എത്ര ആളുകളെയാണ് ഇവർ മുശ്രിക്കാക്കിയിട്ടുള്ളത്? അതിനൊക്കെ ആരാണ് സമാധാനം പറയാ? അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വിഭാഗത്തിൽ പെട്ടുപോകുന്നവരെന്ന് പറയുമ്പോൾ തനി വിഡ്ഢികളെ പെട്ടുപോകുള്ളൂ. ആർക്കും ചിന്തിച്ചാൽ ബോധ്യപ്പെടുന്ന കാര്യമാണ്. പിന്നെ നേരത്തെ വിഷയാവതാരകൻ പറഞ്ഞത് കളവാണ് എന്ന് പറയുന്നത് സഹാബി അല്ലാത്ത ഒരാളെ സഹാബിയാക്കി എന്നാണല്ലോ പറഞ്ഞത്. ഇവരുടെ വാദത്തിൽ ഇവർ ആരെ കളവ് പറയുന്നത്? ഇബ്നു ഹജർ അൽ അസ്കലാനിയാണോ കളവ് പറയുന്നത്? അല്ലെങ്കിൽ സർക്കാനിയാണോ കളവ് പറയുന്നത്? ഇവർ പറയട്ടെ ആരാണ് കളവ് പറയുന്നതെന്ന്. നമ്മുടെ സുന്നി പണ്ഡിതന്മാർ എന്താ ചെയ്തത്? ഈ ഇമാമികളുടെ ഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും കൂടി ചേർത്തിട്ടില്ല. അപ്പൊ ഇവരുടെ വാദപ്രകാരം കളവ് പറയുന്നത് ആരാണ്? ഈ അസ്കലാനി എന്ന മഹാനാണ്, സർക്കാനി എന്ന മഹാനാണ്. പിന്നെ സത്യം പറയുന്ന ആരാ? ഈ പടുജാഹിലുകളായ മുജാഹിദ് നേതാക്കൾ. അപ്പൊ ഈ മുജാഹിദ് മൗലവിമാർ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഓരോ വിഷയങ്ങളെക്കുറിച്ചും കൂടുതൽ പഠിക്കുക, അറിയുന്ന പണ്ഡിതന്മാരുടെ അടുത്ത് പോയി പഠിക്കുക. എന്നിട്ട് ഈ വിഷയങ്ങളൊക്കെ സഹാബത്ത് ചെയ്തിട്ടുണ്ടോ അതല്ലെങ്കിൽ താബീങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ശരിക്കും മനസ്സിലാക്കുക. എന്നിട്ട് വേണം സുന്നികളെ മേൽ മുശ്രിക്ക് ആരോപിക്കാൻ വരേണ്ടത്. അല്ലാതെ ഇതൊന്നും അറിയാതെ വെറുതെ എന്തൊക്കെയോ പുലമ്പിയിട്ട് പിന്നീട് ഖേദിച്ചിട്ടൊരു കാര്യമില്ല. ചുരുക്കി പറഞ്ഞാല് ഈ രീതിയിൽ അയാള് വെറുതെ സമയം കളയുകയാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആളുകൾക്ക് സഹി കിട്ടും, ക്ഷമ കിട്ടും. ആ രീതിയിൽ ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങി. അതല്ലാതെ പ്രതികരിക്കാൻ തുടങ്ങി എന്ന് വെച്ചുമ്പോൾ അത് സംഘാടകർ നിയന്ത്രിച്ചിട്ടുണ്ട്. ആരും അയാളെ കൈകാര്യം ചെയ്തിട്ടില്ല. അതൊക്കെ വഹാബികൾ ഉണ്ടാക്കിയ പച്ചക്കളവുകൾ മാത്രമാണ്. കഴിഞ്ഞിട്ടില്ല. ഇനി അയാളുടെ ചോദ്യങ്ങളൊന്നും നമ്മൾ കാണണം. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ബോധ്യപ്പെടും എന്തുകൊണ്ടാണ് PKM സഖാഫി ഉസ്താദ് ആ രീതിയിൽ ഇടപെട്ടതെന്ന് നമുക്ക് ബോധ്യപ്പെടും. അയാളുടെ ചോദ്യങ്ങൾ ഓരോന്ന് നമുക്ക് കാണാം. അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഇടയാളനെ സ്വീകരിക്കണമെന്ന് സലഫ് സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശത്തിൽ എവിടെയാണ് തെളിവുള്ളത്? അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് പഠിച്ച് മനസ്സിലാക്കിയ സ്വഹാബിമാർ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അവരുടെ മാർഗത്തിൽ നിന്ന് ആ ഉത്തമ നൂറ്റാണ്ട് 3 നൂറ്റാണ്ട് അതിൽ നിന്ന് ഉദ്ധരിക്കുക ദലീൽ. കണ്ടല്ലോ അയാളുടെ ചോദ്യം. ആദ്യത്തെ ചോദ്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കണം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്തായിരുന്നു അയാൾ ചോദിച്ചതെന്ന്. കാരണം പിന്നീട് അയാൾ മാറ്റി പറയുന്നുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ ചോദ്യം എന്തായിരുന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കേട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്താ ചോദിച്ചത്? മുത്തുനബിയിൽ നിന്നും ദീൻ പഠിച്ച സഹാബത്തോ താബീങ്ങളോ തബീ താബീങ്ങളോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനിടയിൽ ഇടയാളന്മാരെ സ്വീകരിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതിന് വല്ല ദലീലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇടയാളനാക്കിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ തവസ്സുൽ ചെയ്തിട്ടുണ്ടോ എന്ന്, അതാണ് അറബിയിൽ പറയുമ്പോൾ. അപ്പൊ അതിന്റെ വല്ല തെളിവുണ്ടെങ്കിൽ അത് പറയുമോ എന്നാണ് അയാൾ ചോദിച്ചത്. അലവി സഖാഫി വളരെ കൃത്യമായിട്ട് വിശദമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. സഹാബത്തിൻ്റെത് മാത്രമല്ല താബീങ്ങളുടെയും തബ് താബീങ്ങളുടെയും അതുപോലെ തന്നെ മദ്ഹബിന്റെ ഇമാമിങ്ങൾ ചെയ്തൊക്കെ വളരെ കൃത്യമായിട്ട് ഓരോന്നും വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സമയമെടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വിശദീകരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അയാൾ പറയുകയാണ് ഞാൻ അതല്ല ചോദിച്ചത്, ഇന്നതാണെന്നുള്ളത്. നിങ്ങൾ കേട്ടു നോക്കൂ. എൻ്റെ ചോദ്യം അനുവദനീയമായ തവസ്സുലല്ല, അത് തർക്കമുള്ള വിഷയമല്ല. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുമല്ല. അത് രണ്ടുമാണ് താങ്കൾ ഇവിടെ വിശദീകരിച്ചത്.
എൻ്റെ ചോദ്യം പ്രധാനമായും സത്യത്തിലെ മോചിതത്വം അതുപോലെ തന്നെ അനുവദനീയമായ തവസ്സുലൊന്നല്ല വിശദീകരിച്ചത്. ഇയാൾ ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതായത് സഹാബത്ത് തവസ്സുൽ ചെയ്തത്, അതുപോലെ തന്നെ താബീങ്ങളും തബു താബീങ്ങളും ഇമാമിയങ്ങളും തവസ്സുൽ ചെയ്തത് കൃത്യമായിട്ട് തെളിവ് സഹിതം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്നത് റസൂലുള്ളാഹിന്റെ മോചിതത്താണ് പറഞ്ഞത്. മുഖാമുഖം കേട്ട ഏതൊരാൾക്കും ബോധ്യപ്പെടും അവിടെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ യൂട്യൂബിലിട്ടല്ലോ, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഇടയാളന്മാരെ സ്വീകരിക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ വഫാത്തായ നബി തങ്ങളെ ഇസ്തിഗാസ ചെയ്യുന്നു. മാറി കണ്ടില്ലേ? അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഇടയാളനെ സ്വീകരിക്കുന്നു. പെട്ടെന്നാണ് മാറി. വഫാത്തായ നബി തങ്ങളെ ഇസ്തിഗാസ ചെയ്യുന്നു. ഇത് രണ്ടും രണ്ടല്ലേ? സാങ്കേതികമായിട്ട് എന്നുള്ളത് അലവി ഉസ്താദ് പറയുന്നുണ്ട്, അലവി സഖാഫി പറയുന്നുണ്ട്. പക്ഷെ ഇത് രണ്ട് വിഷയമല്ല. എത്ര പെട്ടെന്നാണ് അയാൾ നിന്ന നിൽപ്പിൽ മറികണ്ഠം ചാടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ രീതിയിലാവുമ്പോൾ ആർക്കും ക്ഷമ കെടൂലേ? ബാക്കി കേൾക്കാം. മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ ഇസ്തിഗാസ ചെയ്യുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതേപോലെ തന്നെ മറ്റു സഹാബിമാരെ ഇസ്തിഗാസ ചെയ്യുന്നത് കുറവാണ്. മുഹ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങളെ ഇസ്തിഗാസ ചെയ്യുന്നു. അതേപോലെ തന്നെ മമ്പുറം തങ്ങളെ, മടവൂർ ഷെയ്ഖിന് ഈ വേങ്ങര ഒരു വെടിപ്പാട് അകലെ കിടക്കുന്ന കോയപ്പാപ്പാനെ ഇസ്തിഗാസ നടത്തുന്നു. എങ്ങനെ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കണമേ, ഞങ്ങൾക്ക് സന്താനങ്ങളെ നൽകണമേ, എനിക്ക് ഹിദായത്ത് നൽകണമേ, സന്താനങ്ങളെ നൽകണമേ, ആയുസ് വർദ്ധിപ്പിക്കണമേ എന്നിങ്ങനെയുള്ള ഇസ്തിഗാസ നടത്തുന്നു. ഇതിന് സലഫു സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ, അഥവാ സ്വഹാബിമാർ, താബീങ്ങൾ, തബൂ താബീങ്ങൾ, ആ ഉത്തമ നൂറ്റാണ്ടിലുള്ള ആരാണ് അത് പ്രവർത്തിച്ചിട്ടുള്ളത്? എന്താണ് ദലീൽ? ഏത് ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഏത് സഹിയായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ? കണ്ടില്ലേ? അതുവരെ അയാൾ ചോദിച്ചിരുന്നത് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഇടയാളന്മാരെ നിർത്തിയിട്ടുണ്ടോ എന്നാണ്. പെട്ടെന്ന് മാറി. നമ്മൾ കുഞ്ഞിനെ തരണേ, അല്ലെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുന്ന മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ മമ്പുറം തങ്ങളോട്, കോയപ്പാപ്പാനോട്, സി എം അടൂരിനോടൊക്കെ ചോദിക്കുന്നത് ഇസ്തിഗാസ സഹാബത്തോ താബീങ്ങളോ തബു താബീങ്ങളോ ചെയ്തിട്ടുണ്ടോ എന്ന്. അതിൻ്റെ ദലീലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലവി സഖാഫി ഉസ്താദ് മറുപടി പറയുന്നത് നിങ്ങൾ കേട്ടോളൂ, എന്നിട്ട് ബാക്കി പറയാം നമുക്ക്. നിങ്ങളിപ്പോൾ രണ്ടാമത് ചോദിച്ചപ്പോൾ നിങ്ങൾ ചോദ്യം മാറ്റി എന്നത് ഖേദകരമാണ്. ഇവിടെ ഓഡിയോ വീഡിയോ റെക്കോർഡ് ഉണ്ട്. നിങ്ങൾ ആദ്യം പറഞ്ഞത് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ മഹാത്മാക്കളെ തവസ്സുലാക്കി ദ്വാരക്കുന്നതിനെ കുറിച്ചാണ് നിങ്ങൾ ചോദിച്ചത്. എല്ലാവരും അത് കേട്ടതാണ്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. തവസ്സുൽ എന്ന് ഞാൻ അറബി പറഞ്ഞു എന്നുള്ളൂ, നിങ്ങൾ ഇടയാളെന്ന് മലയാളത്തിൽ പറഞ്ഞു എന്നുള്ളൂ. തവസ്സുൽ എന്നതിൻ്റെ അർത്ഥം ഇടയാളനാക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളെയൊക്കെ പേച്ചതാണ്, അത്രയേ ഉള്ളൂ. ഞാൻ തവസ്സുൽ എന്ന് അറബി പറഞ്ഞു, വസീല എന്നുള്ള അറബി പറഞ്ഞു, അതിൻ്റെ അർത്ഥം ഇടയാളനെ ആക്കുക എന്നാണ്. നിങ്ങൾ ചോദിച്ചത് ആ ചോദ്യത്തിന് തന്നെയാണ് ഞാൻ മറുപടിയും പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ മലയാളം പറഞ്ഞു, ഞാൻ അറബി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ ചോദിച്ച ഇടയാളന്മാരെ വെച്ചുകൊണ്ടുള്ള ദുആ, അതാണ് ഇവിടെ ഈ പറഞ്ഞത്. അതൊരുപാട് മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതിനുള്ള തെളിവാണ് ഞാൻ ഇവിടെ സവിസ്തരം പ്രതിപാദിച്ചത്. ഇനി നിങ്ങളിപ്പോൾ പുതിയൊരു ചോദ്യം ചോദിക്കുകയാണ്. അതാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അത് തവസ്സുലല്ല. അതിന് സാങ്കേതികമായി തവസ്സുൽ അല്ലെങ്കിൽ വിശാലാർത്ഥത്തിൽ തവസ്സുലിൻ്റെ പരിധിയിൽ പെട്ടത് തന്നെയാണെങ്കിലും നിങ്ങളിപ്പോൾ ഉദ്ദേശിച്ചത്, ഇപ്പോൾ രണ്ടാമത് പറഞ്ഞത് അല്ലെങ്കിൽ ചോദിച്ചത് ആ മഹാനെ സുദ്ദീഖുൽ അക്ബറെ അല്ലെങ്കിൽ സുദ്ദീഖുൽ അക്ബർ എന്ന് ചോദിക്കാറില്ല, മുഹയ്യിദ്ദീൻ ഷെയ്ഖെ അല്ലെങ്കിൽ മമ്പുറത്ത് അങ്ങനെയുള്ള കുറേ ആളുകളെ എണ്ണി പറഞ്ഞുകൊണ്ടാണ് അവരോട് സഹായം തേടുന്നതിനെ കുറിച്ചാണ് ഇപ്പം നിങ്ങൾ ചോദിച്ചത്. അതല്ലേ ചോദിച്ചത്? എന്നാൽ പിന്നെ ആദ്യം തന്നെ അത് ചോദിച്ചാൽ മതിയായിരുന്നില്ലേ? എന്നാൽ പിന്നെ അതിന് മറുപടി പറയും. മറുപടി ഇവിടെ റെഡിയാണേ. മറുപടി ഇങ്ങനെ പറയാൻ ഒരു ചോദ്യമില്ലായിട്ട് കിടന്ന് ഇടക്കാറായിരിക്കുക ഞങ്ങൾ. അതല്ലേ? മനസ്സിലായില്ലേ? അലവി സഖാഫി വ്യക്തമായിട്ട് പറഞ്ഞു. അത് നിങ്ങൾ ആദ്യം ചോദിച്ചത് ഇന്നതാണ്, രണ്ടാമത് ചോദിച്ചത് ഇന്നതാണെന്നുള്ള വ്യക്തമായിട്ട് പറഞ്ഞു. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ 2 ചോദ്യം കൂടി ഒരുമിച്ചൊന്ന് കാണിച്ചു തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഇടയാളനെ സ്വീകരിക്കണമെന്ന് സലഫ് സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശത്തിൽ എവിടെയാണ് തെളിവുള്ളത്? അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് പഠിച്ച് മനസ്സിലാക്കിയ സ്വഹാബിമാർ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അവരുടെ മാർഗത്തിൽ നിന്ന് ആ ഉത്തമ നൂറ്റാണ്ട്, 3 നൂറ്റാണ്ട്, അതിൽ നിന്ന് ഉദ്ധരിക്കുക. എൻ്റെ ചോദ്യം പ്രധാനമായും അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഇടയാളന്മാരെ സ്വീകരിക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ വഫാത്തായ നബി തങ്ങളെ ഇസ്തിഗാസ ചെയ്യുന്നു. മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ ഇസ്തിഗാസ ചെയ്യുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതേപോലെ തന്നെ മറ്റു സഹാബിമാരെ ഇസ്തിഗാസ ചെയ്യുന്നത് കുറവാണ്. മുഹ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങളെ ഇസ്തിഗാസ ചെയ്യുന്നു. അതേപോലെ തന്നെ മമ്പുറം തങ്ങളെ, മടവൂർ ഷെയ്ഖിന് ഈ വേങ്ങര ഒരു വെടിപ്പാട് അകലെ കിടക്കുന്ന കോയപ്പാപ്പാനെ ഇസ്തിഗാസ നടത്തുന്നു. എങ്ങനെ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കണമേ,
ഞങ്ങൾക്ക് സന്താനങ്ങളെ നൽകണമേ, എനിക്ക് ഹിദായത്ത് നൽകണമേ, സന്താനങ്ങളെ നൽകണമേ, ആയുസ് വർദ്ധിപ്പിക്കണമേ എന്നിങ്ങനെയുള്ള ഇസ്തിഗാസ നടത്തുന്നു. ഇതിന് സലഫു സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ, അഥവാ സ്വഹാബിമാർ, താബീങ്ങൾ, തബൂ താബീങ്ങൾ, ആ ഉത്തമ നൂറ്റാണ്ടിലുള്ള ആരാണ് അത് പ്രവർത്തിച്ചിട്ടുള്ളത്? എന്താണ് ദലീൽ? ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിൽ? ഏത് സഹിയായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ? കണ്ടില്ലേ, ഇതാണ് ഇവരുടെ അവസ്ഥ. അപ്പൊ ഈ രീതിയിൽ ചാടി കളിക്കുമ്പോൾ ആർക്കാരും ദേഷ്യം വരില്ല. എന്നാൽ അലവി സക്കാഫി ഉസ്താദ് അവിടെ വളരെ സംയമനത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ദേഷ്യപ്പെടുന്നില്ല, അയാളോട് ചിരിച്ചിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ സംയമനത്തോടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അലവി സക്കാഫി ഉസ്താദ് പറയുന്നത് എന്താ? ഇസ്തിഗാസയാണ് നിങ്ങൾക്ക് മറുപടി ലഭിക്കേണ്ടതെങ്കിൽ ആദ്യം തന്നെ അത് ചോദിച്ചാൽ പോരായിരുന്നോ? നിങ്ങൾ ആദ്യം ചോദിച്ചത് തവസ്സുലാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അയാൾ ചോദിച്ചിരുന്നു, സഹാബാക്കള്, താബീങ്ങള്, തബൂ താബീങ്ങള്, അങ്ങനെ സലഫു സാലിഹ്യങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന്. കൂടെ ദലീലും അയാൾ ചോദിച്ചിരുന്നു. ഏതായാലും ഇസ്തിഗാസ ചെയ്തതിന് ഖുർആനിൽ ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം സഹാബാക്കൾ ചെയ്ത കാര്യം, താബീങ്ങൾ ചെയ്ത കാര്യം ഒന്നും ഖുർആനിൽ ഉണ്ടാവില്ലല്ലോ. അപ്പൊ എന്താ, ചരിത്രത്തിൽ നിന്നായിരിക്കും അതിന്റെ തെളിവെടുക്കുക. ആ തെളിവും അലവി സക്കാഫി ഉസ്താദ് വിവരിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അയാൾ ചോദിക്കുകയാണ്, എന്താണ് ദലീല് എന്നുള്ളത്. കേട്ടോ? ബഹുമാന്യനായ അലവി സഖാഫി വളരെ സമർത്ഥപരമായി വിശദീകരിച്ചു. എന്താണ് വിശദീകരിച്ചത്? അനുവദനീയമായ തവസ്സുൽ. കേട്ടില്ലേ? എന്താ വിശദീകരിച്ചത്? അനുവദനീയമായ തവസ്സുൽ. ഇതുവരെ അലവി സഖാഫി ഉസ്താദ് വിശദീകരിച്ചത് ഇസ്തിഗാസയായിരുന്നു. പക്ഷെ ഇയാൾ പറയുന്നത് അനുവദനീയമായ തവസ്സുലാണ് വിശദീകരിച്ചത് എന്ന്. അപ്പൊ ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ചാടിക്കളിക്കുന്ന, വെറുതെ സമയം കളയുമ്പോൾ ആളുകൾക്ക് ദേഷ്യം വരൂലേ? ഇവിടെ പെർമിഷൻ എടുത്തിട്ടാണ് പരിപാടി നടത്തുന്നത്. അതിന് കൃത്യമായ സമയമുണ്ട്. ആ സമയത്തിന് മുമ്പ് നിർത്തണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ? അപ്പൊ വെറുതെ സമയം കളഞ്ഞാൽ എങ്ങനെ അത് സാധിക്കുക? 10,000-കണക്കിന് ആളുകളാണ് അവിടെ വന്നിട്ടുള്ളത്. വെറുതെ സമയം എടുക്കരുത്. വെറുതെ ആളുകളെ സമയം നഷ്ടപ്പെടുത്തുമ്പോൾ ആളുകൾക്ക് ദേഷ്യം വരും. പക്ഷേ ദേഷ്യം വന്നു വെച്ചിട്ട് അയാളെ കയ്യേറ്റം ചെയ്യാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ബാക്കി കേൾക്കാം. അതേപോലെ പല ഇമാമിയങ്ങളും അവരുടെ കിതാബിൽ നൽകിയിട്ടുള്ള ചരിത്ര സംഭവങ്ങൾ. എൻ്റെ ചോദ്യത്തിൽ ഞാൻ ചോദിച്ചു, എന്താണ് ദലീൽ? ദലീൽ എന്ന് പറഞ്ഞാൽ ഖുർആൻ, സഹിയായ ഹദീസ്, ഇജ്മാ, ഖിയാസ്. ഇതാണല്ലോ ദലീൽ ഇസ്ലാമിക ലോകത്ത്. അത് ഇതുവരെ ഉദ്ധരിച്ചിട്ടില്ല. അതേപോലെ സലഫു സ്വാലിഹീങ്ങൾ, സ്വഹാബിമാർ. അപ്പൊ സലഫു സ്വാലിഹീങ്ങളൊന്നും ഇതുവരെ പ്രതിപാദിച്ചിട്ടില്ല. ഇപ്പൊ സഹാബത്തും താബീങ്ങളും തബൂ താബീങ്ങളും ഇമാമുകളൊക്കെ പിന്നെ സലഫു സ്വാലിഹല്ലേ? അതൊക്കെ കൃത്യമായി പറഞ്ഞിട്ടാണ് ഇയാൾ പറയുന്നത്. ഞാൻ അതൊക്കെ 1000 കൊല്ലിലെ ചരിത്രം മാത്രം പറഞ്ഞാൽ പോരാന്ന്. ഈ 1000 കൊല്ലം മുമ്പുള്ള തന്നെയല്ല സലഫു സ്വാലിഹീങ്ങൾ എന്ന് പറയുന്നത്. സഹാബത്തും താബീങ്ങളും തബൂ താബീങ്ങളും ഒക്കെ 1000 കൊല്ലം മുമ്പന്നല്ലേ? പിന്നെ ഇനിയിപ്പോ 2000 കൊല്ലം മുമ്പുള്ള ആളുകളുടെയാണ് പറയേണ്ടത്. എത്ര വിഡ്ഢിത്തരമായ കാര്യങ്ങളാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കി വെക്കാം. താബീങ്ങൾ, തബൂ താബീങ്ങൾ 1000 കൊല്ലം മുമ്പുള്ള ഇമാമ് പറഞ്ഞു എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്നോട് പറഞ്ഞു സ്വഹാബികളോ താബികളോ മുൻഗാമികളോ ചെയ്തതിന് തെളിവുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചത്. അതിന് ഞാൻ ഇവിടെ ഇത്രയും സമയം വൈകി, ഞാൻ ഇത്രയും ദീർഘമായി ആ സംഭവമൊക്കെ പറഞ്ഞു. അപ്പൊ മൂപ്പര് പറഞ്ഞത് ഇപ്പൊ ഇത് ദലീലില്ല. അപ്പൊ ഈ സ്വഹാബികൾക്കൊന്നും ദലീലില്ലല്ലേ? നമ്മൾ ഒറ്റ കാര്യം ചിന്തിക്കുക, ഈ സ്വഹാബികൾ ചെയ്തതൊന്നും പിന്നെ അവർക്കൊന്നും ദലീലില്ലാതെ ചെയ്തതാ. സ്വഹാബികൾ ചെയ്തു, താബികൾ ചെയ്തു, ഇമാമിയങ്ങൾ ചെയ്തു, ഇവർക്കൊന്നും ഇപ്പൊ ദലീലില്ല. ദലീലാകുള്ളത് നിങ്ങൾ മുജാഹിദാണെന്ന് എനിക്കറിയില്ല. മുജാഹിദ് ആഫീസിലുള്ള 4 ആൾക്ക് മാത്രമേ ദലീലുള്ളൂ. എന്താ നിങ്ങൾ ഈ പറഞ്ഞത്? പിന്നെ സ്വഹാബത്ത് ചെയ്തു എന്നത് ഖുർആനിൽ ദലീലുണ്ടാവില്ലല്ലോ, അതെല്ലാവർക്കും അറിയുന്നത് കാര്യമല്ലേ? സ്വഹാബി ചെയ്തു എന്നുള്ളത് ഖുർആനിൽ ദലീലുണ്ടോ? താബി ചെയ്തു, ഇവർ ചെയ്തു എന്ന് ഖുർആനിൽ ഉണ്ടാവുമോ? അതുണ്ടാവില്ലല്ലോ. അപ്പൊ നിങ്ങൾ അതുണ്ടാകുന്നത് പിന്നെ എവിടെ? ചരിത്രത്തിലും കിതാബിലുമാണ്. അതാണ് നമ്മൾ ഈ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഈ ചോദ്യം തന്നെ നിങ്ങൾക്ക് ചോദിക്കുന്നതിൽ തന്നെ ഒരു പിടുത്തമില്ലാത്ത കോലത്തിൽ നിങ്ങൾ ചോദിക്കരുത് ദയവായിട്ട്. അപ്പൊ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടേ ഇല്ല ഇതുവരെ. ഇപ്പൊ ചോദിച്ചു, അത് ഞാൻ നിഷേധിക്കുന്നില്ല. ഞാൻ ഇത്രയും സമയം 15 മിനിറ്റിലേറെ ദീർഘമായി ഇത് പറഞ്ഞത് നിങ്ങൾ അതാ ചോദിച്ചെങ്കിൽ എനിക്ക് എത്ര എളുപ്പത്തിൽ പറയാൻ കഴിയുന്നത്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ മുമ്പ് ഞാൻ ചോദിച്ചത് അതല്ല. എത്ര എളുപ്പം അത്. നിങ്ങളൊരു ദലീല് പറഞ്ഞിട്ട് ഇതുവരെയും സ്വഹാബത്ത് ചെയ്തോ? ഞാൻ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചതാ. സ്വഹാബത്ത് ചെയ്തോ, താബീങ്ങൾ ചെയ്തോ, മുൻഗാമികൾ ചെയ്തോ എന്നുള്ള പദം തന്നെ. അപ്പൊ അത് ചെയ്തു എന്നുള്ളതിനാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചും വിസ്തരിച്ചും പറഞ്ഞത്. നിങ്ങൾ ഈ തമാശക്ക് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ചോദ്യം എന്താണെങ്കിൽ ആ മർമ്മം മാത്രമാണ് പറഞ്ഞത്. നമുക്ക് അത് മാത്രം മറുപടി പറയുമ്പോൾ അതെല്ലാം മറ്റതാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ ചോദിക്കണ്ട. നിങ്ങൾ പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല. ഇവിടെ ഉള്ള എല്ലാവരും കേട്ടതാണ്. ഇത് റെക്കോർഡ് ചെയ്തോണം. മുൻഗാമികൾ ചെയ്തിട്ടുണ്ടോന്നാ. അതിനാ ഞാൻ ഇത്രയും ദീർഘമായി ഇത് പറഞ്ഞത്. ഇതാണ് ഇയാളുടെ അവസ്ഥ. അപ്പൊ ഇയാൾ ആദ്യം എന്താണ് ചോദിച്ചത്, രണ്ടാമത് പിന്നെ എന്താണ് ചോദിച്ചത്, മൂന്നാമത് പിന്നെ എന്താണ് ചോദിച്ചത്, എല്ലാവർക്കും ബോധ്യപ്പെടുന്നുണ്ട്. ആർക്കും മനസ്സിലാവും ഇയാൾ അങ്ങോട്ട് ചാടിക്കൊണ്ടിരിക്കുന്നത്. മുജാഹിദുകാർക്ക് മനസ്സിലാവും. ആദ്യം ആൾ പറഞ്ഞു തവസ്സലിനെ കുറിച്ച് ചോദിച്ചു. അതിന് കൃത്യമായ മറുപടി പറഞ്ഞപ്പോൾ ഞാൻ
പിന്നീട് ഇസ്തിഹാസയെക്കുറിച്ച് ചോദിച്ചു. അത് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല, ഇസ്തിഹാസയെക്കുറിച്ച് ആണ് ഞാൻ ചോദിച്ചതെന്നുള്ള തരത്തിൽ പിന്നെ രണ്ടാമത് ചോദിച്ചു. അങ്ങനെ അവസാനം ഇസ്തിഹാസയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദലീൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇസ്തിഹാസയെക്കുറിച്ച് പറയുമ്പോൾ സഹാബത്തും താബിഈങ്ങളും ചെയ്തത് ദലീൽ എങ്ങനെ പറയാ? ഖുർആൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ, ചരിത്രത്തിൽ തന്നെയല്ലേ പറയാ. ആ ചരിത്രം മഹാന്മാരായ ഇമാമികൾ ഉദ്ധരിച്ച കിതാബ് എന്നല്ലേ പറയുന്നത്, ഏതെങ്കിലും ഒരാൾ എഴുതി വെച്ച ചരിത്രമല്ലല്ലോ. അപ്പൊ ഷിർക്ക് പ്രചരിപ്പിക്കുന്ന ഇമാമികൾ ഷിർക്ക് പ്രചരിപ്പിക്കുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതാണ് ദലീലായിട്ട് അലവി സഖാഫി ഉസ്താദ് ഉദ്ധരിച്ചത്. അപ്പൊ ഇയാൾ പറയുന്നത് അത് 1000 കൊല്ലം മുമ്പുള്ള ചരിത്രമല്ലേ, അതൊന്നും ഖുർആനിൽ തെളിവില്ല, അങ്ങനല്ലേ, എന്തൊക്കെയായി വിഡ്ഢിത്തരങ്ങളിൽ പറയുന്നത് ഇയാൾ. അപ്പൊ ഇത്തരത്തിൽ ഇയാൾ ഇങ്ങനെ വെറുതെ സമയം കളയുന്ന കണ്ടപ്പോൾ സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന ആളുകൾക്ക് പ്രഷർ കൂടി എന്നുള്ളത് വസ്തുതയാണ്. അപ്പൊ അവസാനം ഇയാൾ സമയം കളയുകയാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ സ്റ്റേജിൽ നിന്ന് അയാൾ പറഞ്ഞു, നിങ്ങൾ വെറുതെ സമയം കളയാണെന്നുള്ള മനസ്സിലാവുന്നത്. ഇവിടെ ചോദ്യം ചോദിക്കാൻ മറ്റു പലരും വന്നിട്ടുണ്ട്. മുജാഹിദ് പ്രോഗ്രാം ഹുസൈൻ സലഫിയുടെ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഇവിടെ. അപ്പൊ അതിനൊന്നും അവസരം കൊടുക്കാതെ വെറുതെ സമയം കളയുകയാണെന്ന് സംശയമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കാം, അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവർ ചോദിക്കുമെന്ന് പറഞ്ഞു. അത് അടിസ്ഥാനത്തിൽ അയാൾ ഒരു ചോദ്യം ചോദിച്ചു. പിന്നീട് മറ്റുള്ള ആളുകൾ ഹുസൈൻ സലഫി ചോദിച്ച ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതിനൊക്കെയും നമ്മുടെ സുന്നി പണ്ഡിതന്മാർ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേവലം ആരോപണങ്ങൾ മാത്രമായിരുന്നുള്ളത് ഈ മുഖാമുഖത്തിൽ പങ്കെടുത്ത ഏതൊരാൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ ഈ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അയാൾക്ക് വീണ്ടും അവസരം കൊടുത്തു. അങ്ങനെ അവസാനമായിട്ട് അയാൾ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം പക്ഷേ ആദ്യം ചോദിച്ച അതേ ചോദ്യം തന്നെ, അതേ മറുപടി തന്നെ വീണ്ടും ആവർത്തിക്കണ്ടേ? അപ്പൊ സത്യം പറഞ്ഞാല് സ്റ്റേജിൽ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ സഹി കിട്ടും. അങ്ങനെ PKM സഖാഫി ഉസ്താദ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അതിന് കാരണം ഈ രീതിയിൽ അയാൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നു, ആവർത്തിച്ച് മറുപടി പറയുന്നു. ആ രീതിയിലാവുമ്പോൾ ഈ ആയിരക്കണക്കിന് ആളുകൾക്ക് ആ മുഖാമുഖത്തിൽ വന്നിരുന്നത് ഈ ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരം കേൾക്കാനാണോ? അല്ലല്ലോ. ഒരുപാട് സമയം അധ്വാനിച്ചിട്ട് ഒരുപാട് ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഇതിനു വേണ്ടിയിട്ടാണോ? അപ്പൊ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഈ മുഖാമുഖം അവസാനിക്കൂല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാവാം PKM സഖാഫി ഉസ്താദ് എഴുന്നേറ്റ് വന്നിട്ട് ഇനി അയാളോട് സാധാരണ രീതിയിൽ മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല, അയാളൊന്ന് ഉത്തരം മുട്ടിക്കാം, മർക്കറ മുഷ്ടിയിൽ അയാളോട് പ്രതികരിക്കാം എന്ന രീതിയിൽ PKM സഖാഫി ഉസ്താദ് നമ്മളെ വീഡിയോയിൽ കണ്ട രീതിയിൽ അയാളെ കൈകാര്യം ചെയ്തത്. അല്ലാതെ അവിടെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല, ഇസ്ലാമിക വിരുദ്ധമായ ഒരു സംഗതിയും അവിടെ സംഭവിച്ചിട്ടില്ല. പക്ഷെ ആ ക്ലിപ്പ് മാത്രം കട്ട് ചെയ്തുകൊണ്ട് വലിയ വ്യാജ പ്രചരണങ്ങളാണ്, വലിയ കുപ്രചരണങ്ങളാണ് വഹാബികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കൂടി എല്ലാവർക്കും അറിയാം സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. PKM സഖാഫി ഉസ്താദ് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ വഹാബികളൊന്ന് പറയട്ടെ, തെളിവ് സഹിതം. PKM സഖാഫി ഉസ്താദ് പറഞ്ഞത് ശരിയായില്ല, അത് തെറ്റാണ് എന്നുള്ളത് തെളിവ് സഹിതം പറയട്ടെ. PKM സഖാഫി ഉസ്താദ് പറഞ്ഞ എന്താണ്? ഞാനും മഹാത്മാവാണ് എന്നുള്ളതാണല്ലോ വലിയൊരു പോരായ്മയായിട്ട് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈമാനുള്ള എല്ലാ മുഅ്മിനീങ്ങളും മഹാത്മാക്കളാണ് എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ തന്നെയാണ്, ഈമാനുള്ള എല്ലാവരും മഹാത്മാവാണ്. പക്ഷെ നമ്മൾ സഹായം ചോദിക്കുമ്പോൾ അത് ഔലിയാക്കളോടോ അമ്പിയാക്കളോടോ ആയിരിക്കും എന്ന് മാത്രം. പിന്നെ ഞാൻ മഹാത്മാവാണ്, ഞാൻ നാളെ മരിക്കും, നിങ്ങൾ എന്നോട് സഹായം ചോദിക്കോളൂ, അതൊരു സങ്കല്പമാണ്. അയാളോട് സങ്കല്പിക്കാൻ പറഞ്ഞതാണ്. ഞാനൊരു മഹാത്മാവാണെന്ന് സങ്കല്പിക്കൂ, ഞാൻ നാളെ മരിക്കുമെന്ന് സങ്കല്പിക്കൂ, അതിനുശേഷം എന്നോട് നിങ്ങൾ സഹായം ചോദിക്കുമെന്ന് സങ്കല്പിക്കൂ. എന്നാലും അത് ശിർക്കല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു സങ്കല്പമാണ്, അത് അത്ര വലിയ സംഭവമായിട്ട് കാണിക്കാനൊന്നുമില്ല. പക്ഷെ ഇവരെന്ത് ചെയ്യും? ആ ക്ലിപ്പ് മുറിച്ച് കാണിച്ചിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലാതെ അതിലൊരു തെറ്റുമില്ല. പിന്നെ PKM സഖാഫി ഉസ്താദ് അവിടെ പ്രയോഗിച്ച ആ ശൈലി, അത് ഇയാൾ വെറുതെ സമയം കളയുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അയാൾ ആ തരത്തിൽ മുന്നോട്ട് പോയാൽ ഈ മുഖാമുഖം അവസാനിക്കില്ല എന്ന് കരുതിയിട്ടാണ് PKM സഖാഫി ഉസ്താദ് അവിടെ നേരെ കയറി ഇടപെട്ടത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. എന്നിട്ട് ആ രീതിയിലായതുകൊണ്ടാണ് ഈ മുഖാമുഖം ഏകദേശം 11:45 അവസാനിച്ചപ്പോൾ അയാൾ ഈ തരത്തിൽ വെറുതെ ആളുകൾ സമയം കളഞ്ഞതാണ്. അപ്പൊ അയാൾ ചോദിച്ചെന്താണ്? മഹാത്മാക്കളോട് സഹായം ചോദിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. PKM സഖാഫി ഉസ്താദ് ചോദിച്ചു, അതിന് മഹാത്മാക്കളാണ് ആരാണ് എന്നുള്ളത് ശരിക്കും അറിയണ്ടേ? അപ്പൊ അയാളോട് തിരിച്ചു ചോദിച്ചു, ആരാണ് മഹാത്മാക്കൾ എന്നുള്ളത്. അത് അയാളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നുള്ളത് PKM സഖാഫി ഉസ്താദിന് ആദ്യം മനസ്സിലായി. അതുകൊണ്ടാണ് ആ രീതിയിൽ ഉസ്താദ് പ്രതികരിച്ചത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. അപ്പൊ സാധാരണ മുഖാമുഖങ്ങളിൽ PKM സഖാഫി ഉസ്താദ് സ്വീകരിച്ച ആ ഒരു ശൈലിയിൽ സുന്നി പണ്ഡിതന്മാർ ഇടപെടാറില്ല. അതിന്ന് വ്യത്യസ്തമായ ഒരു ശൈലിയിൽ PKM സഖാഫി ഉസ്താദ് ഇടപെട്ടപ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ ശ്രമിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ മറ്റൊരു അനിഷ്ട സംഭവങ്ങളൊന്നും മറ്റ് ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളും അവിടെ നടന്നിട്ടില്ല എന്നുള്ളത് ദൃക്സാക്ഷികൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഇനി ഇവർ പ്രചരിപ്പിക്കുന്നത് പോലെ PKM സഖാഫി ഉസ്താദ് പറഞ്ഞത് തെറ്റാണ് എങ്കിൽ അത് തെളിവുകൾ സഹിതം ഇവർ മുന്നോട്ട് വരട്ടെ. PKM സഖാഫി ഉസ്താദ് പറഞ്ഞ ആ കാര്യം തെറ്റാണെന്ന് സമർത്ഥിക്കാൻ ഇവരെ കൊണ്ട് കഴിയുമെങ്കിൽ തെളിവുകൾ സഹിതം മുന്നോട്ട് വരട്ടെ. ഇവർ ഒരുപാട് സമയം നീണ്ടുപോയിട്ടുണ്ട് വീഡിയോ. എന്നെ കേട്ട ഏതൊരാൾക്കും
ആ മുഖാമുഖത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. ഇനിയിപ്പോൾ കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് വഹാബികൾ തെറിപ്പൂരവുമായിട്ട് രംഗത്ത് വരും. വന്നോട്ടെ, അതൊന്നും നമുക്കൊരു വിഷയമേ അല്ല, ഒരു പ്രശ്നവുമില്ല. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുക എന്നുള്ളത് നമ്മൾ ഒരുപാട് കേട്ടതാണ്, കണ്ടതാണ്. ആശയപരമായിട്ട് നേരിടാൻ കഴിയാതെ വരുമ്പോഴാണല്ലോ ഇത്തരം തെറികളും ആരോപണങ്ങളും കുപ്രചരണങ്ങളുമായിട്ട് വരുന്നത്. നുണപ്രചരണവും അതുപോലെ തന്നെ തെറി വിളിച്ചും ഉപദ്രവിച്ചും ഒക്കെ അതിനെ നേരിടുന്നത് ആശയപരമായിട്ട് സംവദിക്കാൻ കഴിയാതെ വരുമ്പോഴാണ്. അത് വഹാബികളുടെ പണ്ടേയുള്ള ശീലമാണ്, പ്രത്യേകിച്ച് അതിൽ പറയാനൊന്നുമില്ല. അത് അവരിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.